ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ തേർഡ് മൊഡ്യൂളായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിലെ ലിമിറ്റ്സ് എന്ന ചാപ്റ്ററാണ്. ലിമിറ്റ്സിൽ സാധാരണയായിട്ട് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനുമാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലിമിറ്റ്സ് സാധാരണയായിട്ട് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ലിമിറ്റ്സ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ലിമിറ്റ്സ് ബൈ ഫാക്ടറൈസേഷൻ, ഓൾജിബ്രായിക് ലിമിറ്റ്, ട്രിഗ്നോമെട്രിക് ലിമിറ്റ്. ഓൾജിബ്രായിക് ലിമിറ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ട്രിഗ്നോമെട്രിക് ലിമിറ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5x മൈനസ് 1. ഇതൊരു മാർക്കിന് 22 നവംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 പ്ലസ് 3x ഡിവൈഡഡ് ബൈ 4 മൈനസ് 5x. ഇതൊരു മാർക്കിന് 21 നവംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5x മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് എന്നുള്ളിടത്ത് ഈ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 5 ഇൻറ്റു 2 മൈനസ് 1, അപ്പോൾ 10 മൈനസ് 1 ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 പ്ലസ് 3x ബൈ 4 മൈനസ് 5x. ഇവിടെ നമ്മൾ എക്സ് എന്നുള്ളിടത്ത് 0 കൊടുക്കുക. അപ്പോൾ 2 പ്ലസ് 3 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 4 മൈനസ് 5 ഇൻറ്റു 0 ഈക്വൽ ടു 2 പ്ലസ് 0 ബൈ 4 മൈനസ് 0. അപ്പം 2 ബൈ 4 ഈക്വൽ ടു 1 ബൈ 2 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 2 തീറ്റ. ഇത് 3 മാർക്കിന് 2021 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അത് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 2 തീറ്റ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിക് ലിമിറ്റ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ വന്നാൽ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ. അപ്പോൾ നമ്മൾ 5 തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഒരു 5 തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെയുള്ള നമ്മളെ 2 തീറ്റ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 തീറ്റ. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് 1 ആയിട്ട് പോകും. അപ്പം ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ ഇൻറ്റു 5 തീറ്റ ബൈ 2 തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് 1 ആകുമ്പോൾ 1 ഇൻറ്റു 5 തീറ്റ ബൈ 2 തീറ്റ. അപ്പോൾ തീറ്റയും തീറ്റയും ക്യാൻസൽ ചെയ്താൽ 5 ബൈ 2 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. 3 മാർക്കിന് 2022 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇതും ട്രിഗ്നോമെട്രിക് ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ വന്നാലാണ് 1 ആവുക. അപ്പോൾ ഇവിടെ തീറ്റ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ, ഈ 3 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ഡിവൈഡഡ് ബൈ 3 തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ. ഇതിൻ്റെ ലിമിറ്റ് നമുക്കറിയാം 1 ആണ്. 3 ഇൻറ്റു 1. ഇനി ഇവിടെ നമ്മൾ തീറ്റ എന്നുള്ളിടത്ത് 0 കൊടുത്താൽ കോസ് 0 എന്ന് കിട്ടും. കോസ് 0 1 ആണ്.
അപ്പം 3 × 1 × 1 = 3 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2x⁵ -32 ഡിവൈഡഡ് ബൈ x³ - 8. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻഡ്സ് ടു 2 3x² + 5 ഡിവൈഡഡ് ബൈ x² - 2. 5 + 2 മാർക്ക്, അതായത് 7 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 മാർക്കിനും ഇത് 2 മാർക്കിനും 2021 നവംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഓൾജിബ്രാക് ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x⁵ - 32 ഡിവൈഡഡ് ബൈ x³ - 8. ഓൾജിബ്രാക് ലിമിറ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x⁵ - ഈ 32 എന്നുള്ളതിനെ 2ന്റെ പവറിലാക്കി എഴുതണം. x ടെൻഡ്സ് ടു 2 ആയതുകൊണ്ട് ഈ 32നെ 2ന്റെ പവറിൽ എഴുതണം. അപ്പോൾ 2⁵ ആണ് 32 ഡിവൈഡഡ് ബൈ x³ - 8നെ നമുക്ക് 2ന്റെ പവറിൽ എഴുതിയ 2⁵. ഇനി നോക്കാം, നമ്മൾ ഓൾജിബ്രാക് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻഡ്സ് ടു a x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a = n × a⁻n - 1 ആണ്. ഇവിടെ നമ്മൾ ഓൾജിബ്രാക് ലിമിറ്റ് കൊടുക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ x - a എന്നൊരു ടേം വേണം. അപ്പോൾ ഇവിടെ x ടെൻഡ്സ് ടു 2 ആയതുകൊണ്ട് x - 2 എന്നൊരു ടേം വേണം. അപ്പോൾ നമുക്ക് ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ x - 2. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x⁵ - 2⁵ ഡിവൈഡഡ് ബൈ x - 2 ഡിവൈഡഡ് ബൈ x³ - 2³ ഡിവൈഡഡ് ബൈ x - 2. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഓൾജിബ്രാക് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x⁵ - 2⁵ ഡിവൈഡഡ് ബൈ x - 2. ഇവിടെ നമ്മൾ ഓൾജിബ്രാക് ലിമിറ്റ് കൊടുത്താൽ n × a⁻n - 1 ആണ്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 5 ആണ്. 5 × a എന്ന് പറയുന്നത് 2⁵ - 1 ഡിവൈഡഡ് ബൈ ഇവിടെ n എന്ന് പറയുന്നത് 3 × 2⁵ - 1 ഈക്വൽ ടു 5 × 2⁴ ഡിവൈഡഡ് ബൈ 3 × 2⁵ അപ്പോൾ 5 × 2⁴ നിന്ന് 2⁵ ക്യാൻസൽ ചെയ്താൽ 2⁵ ആവും ഡിവൈഡഡ് ബൈ 3. 2⁵ എന്ന് പറഞ്ഞാൽ 5 × 4/3 20/3 എന്ന ആൻസർ കിട്ടും. 20/3. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് x ടെൻഡ്സ് ടു 3x² + 5 ഡിവൈഡഡ് ബൈ x² - 2 ആണ്. ഇവിടെ നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്ത് നോക്കാം. ലിമിറ്റ് x ടെൻഡ്സ് ടു 2 3x² + 5 ഡിവൈഡഡ് ബൈ x² - 2 ഈക്വൽ ടു ലിമിറ്റ് 3 × x എന്നുള്ളിടത്ത് 2 കൊടുത്താൽ 2² 4 എന്ന് വരും +5 ഡിവൈഡഡ് ബൈ x² എന്നുള്ളിടത്ത് 2 കൊടുത്താൽ 2² 4 - 2 ഈക്വൽ ടു 12 + 5 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 17/2 എന്ന ആൻസർ കിട്ടും. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 3 sin 2x × cos x / 5x. ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x - 1 ഡിവൈഡഡ് ബൈ x² - 1. ഇത് 4 മാർക്കിനും ഇത് 3 മാർക്കിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 നവംബറിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 3 sin 2x × cos x / 5x. ഇത് ട്രിഗ്നോമെട്രിക് ലിമിറ്റ് ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ഇതിനെങ്ങനെ എഴുതാം? 3 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 3നെ പുറത്തെടുക്കാം. ഇവിടെ 5ഉം കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിന് നമുക്ക് പുറത്തെടുത്താൽ 3/5 × ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin 2x/x × cos x എന്ന് കിട്ടി. ട്രിഗ്നോമെട്രിക് ലിമിറ്റ് നമുക്കറിയാം. ലിമിറ്റ് തീറ്റ ടെൻഡ്സ് ടു 0 sin θ/θ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരണം? ലിമിറ്റ് x ടെൻഡ്സ് ടു 0 sin 2x/2x തന്നാൽ 1 ആണെന്ന് അറിയാം.
അപ്പോൾ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ 2x. ഇവിടെ 2 ഡിവൈഡ് ചെയ്തപ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു കോസ് എക്സ്. അപ്പം 3/5 ഇൻറ്റു ലിമിറ്റ്, ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുത്താൽ 1 എന്ന് കിട്ടും. 1 ഇൻറ്റു 2 ഇൻറ്റു ഇനി ഇത് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് 0 കോസ് എക്സ് ആണ് വരിക. അപ്പോൾ കോസ് 0 എന്ന് വരുമ്പോൾ 1 വരും. അപ്പോൾ 3/5 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 2 6/5 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എക്സിന് 1 എന്ന് കൊടുത്താൽ 1 മൈനസ് 1 0 എന്ന് വരും. ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ളടത്ത് 1 കൊടുത്താൽ 1 മൈനസ് 1 0/0 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഫാക്ടറൈസേഷൻ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആകുമ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1/x പ്ലസ് 1. ഇനി നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് എന്നുള്ളിടത്ത് 1 കൊടുത്താൽ 1/2 എന്ന ആൻസർ കിട്ടും. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 8. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഇത് 4 മാർക്കിനും ഇത് 3 മാർക്കിനും 2022 നവംബറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഓൾജിബ്രാക്ക് ലിമിറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 മൈനസ് 8. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 എന്നുള്ളതിനെ 2ൻ്റെ പവറിലാക്കി എഴുതിയാൽ 2 റേസ് ടു 4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 8 എന്നുള്ളതിനെ 2ൻ്റെ പവറിൽ എഴുതിയാൽ 2 റേസ് ടു 3. അപ്പോൾ നമുക്ക് ഇനി ഓൾജിബ്രാക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്നൊരു ടേം വേണം. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 2 ആയതുകൊണ്ട് എക്സ് മൈനസ് 2 എന്നൊരു ടേം കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 3 മൈനസ് 2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇനി നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഓൾജിബ്രാക്ക് ലിമിറ്റ് കൊടുക്കുക. ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2 റേസ് ടു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 റേസ് ടു 3 മൈനസ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 റേസ് ടു 2. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ 2 ക്യൂബിൽ നിന്ന് പോയാൽ ഇവിടെ ബാലൻസ് ഒരു 2 ഉണ്ടാവുക. അപ്പം 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 8/3 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2. ഇവിടെ നമ്മൾ എക്സ് എന്നുള്ളിടത്ത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എക്സിന് 1 എന്ന് കൊടുത്താൽ 1 പ്ലസ് 4 മൈനസ് 5 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ് 2. അപ്പം 5 മൈനസ് 5 0
1 + 1 2 - 2 0 വരും. അപ്പോൾ 0/0 ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഇത് ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ ഓരോ ഫാക്ടർ ആക്കിയിട്ട് മാറ്റണം. x² + 4x - 5നെ നമ്മൾ 2 ഫാക്ടർ ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് x → 1, എക്സിന് 1 എന്ന് കൊടുത്താൽ 0 കിട്ടുന്നത് കൊണ്ട് x - 1 ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി അടുത്ത ഫാക്ടർ കാണുക. ഇവിടെ നോക്കുക, ഇവിടെ ഉള്ള നമ്പറും ഈ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടണം. അപ്പോൾ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 5 വരിക. ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. ആദ്യം നമ്മൾ മൈനസ് കൊടുത്താൽ -1ഉം -5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് അല്ല പ്ലസ് ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഇത് പോസിറ്റീവ് ആയിരിക്കുന്നു. അപ്പോൾ ഇനി +5ഉം -1ഉം +5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ -5 എന്ന് കിട്ടി. ഇനി ആഡ് ചെയ്ത് നോക്കുക. +5നോട് -1 കൂട്ടിയാൽ +4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അതിനെ 2 ഫാക്ടറാക്കി എഴുതി. ഇനി നമ്മൾ ഡിനോമിനേറ്ററിനെ അതുപോലെ തന്നെ ഇവിടെയും എക്സിന് 1 എന്ന് കൊടുത്താൽ 0 കിട്ടുന്നത് കൊണ്ട് x - 1 ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. ഇവിടെയുള്ള നമ്പർ 2ൻ്റെ ഫാക്ടർ ആവണം. ഒരു ഫാക്ടർ 1 ആകുമ്പോൾ അടുത്ത എന്തായിരിക്കും 2 ആയിരിക്കും. രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 2 എന്ന് കിട്ടണം. അപ്പോൾ 1 × 2 2 എന്ന് കിട്ടി. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ഒന്ന് എന്തായാലും പോസിറ്റീവാണ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടുന്നുണ്ടോ നോക്കുക. -1 + 2 ആഡ് ചെയ്താൽ +1 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് 2 ഫാക്ടറാക്കി മാറ്റി. ഇനി കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യാം. x - 1ഉം x - 1ഉം ക്യാൻസൽ ചെയ്തു. ലിമിറ്റ് x → 1 x + 5 / x + 2. ഇനി x എന്നുള്ളിടത്ത് 1 കൊടുത്ത് നോക്കാം. 1 + 5 6, 1 + 2 3, 6/3 കൊടുത്താൽ 2 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ ലിമിറ്റ് x → 0 1 - cos 2x/x², ലിമിറ്റ് x → 2 x² + 2x/x + 2. ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 5 മാർക്കും ഇതിന് 2 മാർക്കുമാണ്. 2022 നവംബറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് x → 0 1 - cos 2x/x². അപ്പോൾ നമുക്ക് 1 - cos 2x എന്നുള്ളതിനെ സൈനിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്. sin² x = 1 - cos 2x/2 എന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം. 2 sin² x = 1 - cos 2x എന്ന് എഴുതാം. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലിമിറ്റ് x → 0 2 sin² x/x². നമുക്ക് പഠിച്ചിട്ടുള്ള ലിമിറ്റ് x → 0 sin x/x = 1 ആണ്. അപ്പോൾ നമുക്കിതിനെ 2 × ലിമിറ്റ് x → 0 sin x/x ഇൻറ്റു sin x/x എന്ന് എഴുതാം. ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുത്താൽ 2 × ഇതിന് ലിമിറ്റ് കൊടുത്താൽ 1 ആവും, ഇതിന് ലിമിറ്റ് കൊടുത്താൽ 1 ആവും. = 2 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x → 2 x² + 2x/x + 2. ഇവിടെ നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. x എന്നുള്ളിടത്ത് 2 കൊടുത്താൽ 2² + 2 × 2 / 2 + 2 = 4 + 4/4 എന്ന് കിട്ടി. 4 + 4 എന്ന് പറഞ്ഞാൽ 8/4 = 2 എന്ന ആൻസർ കിട്ടും.